ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. നമുക്കിന്ന് പൂർണ്ണ ഭൂതകാലം എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ഭൂതകാല ക്രിയകളാണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? സാമാന്യ ഭൂതകാലവും ആസന്ന ഭൂതകാലവും. ഇനി നമുക്ക് പൂർണ്ണ ഭൂതകാലം എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പം എന്താണ് ഈ പൂർണ്ണഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രവൃത്തി അവസാനിച്ചിട്ട് വളരെ സമയമായി എന്ന് സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപം. അതായത് പ്രവൃത്തി അവസാനിച്ചിട്ട് വളരെ സമയമായി എന്ന് സൂചിപ്പിക്കുന്ന ക്രിയാരൂപമാണ് പൂർണ്ണഭൂതകാലം. അപ്പം ഞാനിവിടെ കുറച്ച് ഉദാഹരണം കൊടുത്തിരിക്കുന്നുണ്ട് പൂർണ്ണഭൂതകാല ക്രിയയുടെ. അപ്പം എന്താ അതിനെപ്പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നു ലഡ്ക ബൈഠാത്ത. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് എന്താണ്? ക്രിയ 2 വിധത്തിലുണ്ട്, സകർമ്മകവും അകർമ്മകവും അല്ലേ? അതെന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂതകാല ക്രിയ പഠിക്കാൻ എളുപ്പമാവുള്ളൂ കേട്ടോ കുട്ടികളെ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ. ഇവിടെ ലഡ്ക ബൈഠാത്ത കണ്ടോ? ലഡ്ക ബൈഠാത്ത, ലഡ്കെ ബൈഠേ थे, ലഡ്കി ബൈഠി थी, ലഡ്കിയാ ബൈഠി थी, मैं बैठा था. मैं ഇവിടെ പുല്ലിംഗമാണ്. അപ്പോൾ मैं സ്ത്രീലിംഗമാണെങ്കിൽ എന്തായിരിക്കും വരിക കുട്ടികളെ? मैं എന്ത് വരും? मैं ഇവിടെ സ്ത്രീലിംഗമാണെങ്കിൽ मैं എന്താ വരിക കുട്ടികളെ? मैं बैठी थी അല്ലേ? तुम बैठे थे. അപ്പോൾ അവിടെ തും എന്നുള്ളത് എന്താണ്? പുല്ലിംഗമാണ്. അപ്പം തും എന്നുള്ള സ്ത്രീലിംഗമായി വരുമ്പോൾ എന്താ വരിക കുട്ടികളെ? തും बैठी थी അല്ലേ എന്ന് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താ മനസ്സിലായത്? ഈ ക്രിയകളൊക്കെ എന്താണെന്ന്, എന്ത് ക്രിയകളാണ് കുട്ടികളെ ഈ ക്രിയകൾ? ബൈഠന എന്നുള്ള ക്രിയ എന്താണ്? എന്താണ്? അകർമ്മക ക്രിയയാണ്. അതുകൊണ്ടാണല്ലോ കർത്താവിനനുസരിച്ച് ക്രിയ മാറിയത് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ക്രിയ ഇവിടെ അകർമ്മക ക്രിയ ആയതുകൊണ്ടാണ് കർത്താവിനനുസരിച്ചിട്ട് ക്രിയ മാറിയത്. ലഡ്ക ബൈഠാ था, ലഡ്കെ ബൈഠേ थे, ലഡ്കി ബൈഠി थी, ലഡ്കിയാ ബൈഠി थी, मैं बैठा था, मैं बैठी थी, तुम बैठे थे, तुम बैठी थी എന്ന് വന്നത് അല്ലേ? അപ്പം മുന്നേ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു നേ കാ പ്രയോഗം അല്ലേ? ഭൂതകാല ക്രിയയിലാണ് നേയുടെ പ്രയോഗമുള്ളത്. അപ്പം അതെപ്പോഴാണ് വരിക? ക്രിയ സകർമ്മകമാണെങ്കിൽ അല്ലേ? അപ്പം നമുക്ക് കുറച്ച് ഉദാഹരണം കൂടെ കൊടുത്തിട്ടുണ്ട് കുട്ടികളെ, നമുക്ക് നോക്കാം. ഇതാ ഉണ്ടല്ലോ, എന്താണ്? राम ने रोटी खाई थी. राम ने रोटी खाई थी. राम ने रोटियाँ കേട്ടോ ഇവിടെ തെറ്റി സാരമില്ല. राम ने रोटियाँ खाई थी കേട്ടോ. ഇവിടെ ഖായി തീം എന്ന് പറഞ്ഞത് എന്താ? റോട്ടികളായതുകൊണ്ട് അല്ലേ? റോട്ടിയാം. ഗോപാലിനെ ഘോഡെ ഖരീദേ ഥേ. ഇവിടെ ഉമാനെ ഘോഡെ ഖരീദേ ഥേ. ഇവിടെ ഗോപാലൻ പോലും ഉമ പോലും എന്ത് തന്നെയായാലും ഇവിടുത്തെ എന്താ നമ്മുടെ ക്രിയയിൽ എന്താ മാറ്റം വരുന്നത്? ഘോഡെ അല്ലേ? ഘോഡെ ഖരീദേ ഥേ. ഇവിടെ ഉമ വാങ്ങിയാലും ശരി, ഗോപാലൻ വാങ്ങിയാലും എന്താ ഇവിടുത്തെ ക്രിയക്ക് മാറ്റം വരുന്നില്ല. പിന്നെ എന്താ? मैंने चिट्ठी लिखी थी, मैंने पत्र लिखा था. കണ്ടോ? मैंने चिट्ठी लिखी थी, पत्र लिखा था.
അപ്പം ചിട്ടി ഇവിടെ ആരാ? പെണ്ണ, സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് ലിഖീതി വന്നു അല്ലേ. പത്ര പുല്ലിംഗമാണ്, അതുകൊണ്ടാണ് ലിഖാത്ത വന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി. കർമ്മക്ക് അനുസാർ ബദൽ ജാത്തെ ഹെ, ആര്? ക്രിയ അല്ലേ. അപ്പോൾ മേനെ രൂപേ മാങ്കേത്തെ അല്ലേ, മേനെ രൂപേ മാങ്കേത്തെ അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്താന്ന് മനസ്സിലായത്? ക്രിയ സകർമ്മകമാണെങ്കിൽ എന്താ? കർത്താവിനനുസരിച്ചിട്ടല്ല, കർമ്മത്തിനനുസരിച്ചാണ് ക്രിയയിൽ മാറ്റം വരുന്നത് അല്ലേ. കർമ്മത്തിൻ്റെ ലിംഗവചന ഭേദമനുസരിച്ച് അല്ലേ, സ്ത്രീലിംഗ്, പുല്ലിംഗ്, ഏകവചൻ, ബഹുവചൻ, ഇതിനനുസരിച്ചിട്ട് ക്രിയയിൽ മാറ്റം വരുന്നു. മനസ്സിലായല്ലോ? എന്താ മനസ്സിലായത്? ക്രിയ സകർമ്മകമാണെങ്കിൽ കർത്താവിനോടുകൂടി നേപ്രത്യയം ചേർക്കുന്നു. അതോടൊപ്പം തന്നെ കർമ്മത്തിൻ്റെ ലിംഗവചനമനുസരിച്ചിട്ട് ക്രിയയിൽ മാറ്റം സംഭവിക്കുന്നു. മനസ്സിലായല്ലോ? നേരെ മറിച്ച് ക്രിയ അകർമ്മകമാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കർത്താവിൻ്റെ ലിംഗവചന ഭേദമനുസരിച്ചിട്ട് ക്രിയയിൽ മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ ഇതെവിടെയേ ഉള്ളൂ ഈ പ്രയോഗങ്ങൾ? ഭൂതകാല ക്രിയയിൽ മാത്രമേ ഉള്ളൂ. അത് ഏത്? നേക്കാ പ്രയോഗം അല്ലേ. നേ വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേത് ക്രിയയാണ്, ഇതിലെന്താ തെറ്റുള്ളത് എന്നൊക്കെ മനസ്സിലാവും. പിന്നെ നിങ്ങൾ എന്തും കൂടി മനസ്സിലാക്കി കൂട്ടളേ, ഇവിടെ ഹേ, ഹായ്, ഹും, ഹോ എന്നൊന്നല്ല ഉപയോഗിച്ചത് അല്ലേ. ഈ ഥ ഹേ, ഹായ്, ഹും, ഹോ ഇതിൻ്റെ അർത്ഥമാകുന്നു എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്? ഥ, ഥേ, ഥി, ഥി. കണ്ടല്ലോ. പൂർണ്ണഭൂതകാലക്രിയയിൽ ഹേ, ഹായ്, ഹും, ഹോ ഒന്നും ഉപയോഗിക്കില്ല. എന്താ ഉപയോഗിക്കുക? ഥ, ഥേ, ഥി, ഥി. കേട്ടോ? ഇവിടെ അങ്ങനെ തന്നെ ഉപയോഗിച്ചല്ലേ. ഥേ, ഥി, ഥ, ഥേ, ഥി, ഥീ അല്ലേ എന്ന് തന്നെയാണ് ഏതിലുപയോഗിച്ചത്? ക്രിയ സകർമ്മകമാണെങ്കിലും പ്രയോഗിച്ചത് അല്ലേ. അപ്പം ഇത് പൂർണ്ണഭൂതകാലക്രിയയിലാണ് ഥാ, തേ, ഥി എന്ന് ഉപയോഗിച്ചത്. എങ്ങനെ? ക്രിയയോട് കൂടിയിട്ട് ഉപയോഗിക്കുന്നു അല്ലേ. താ, തേ, ഥി എങ്ങനെ ഉപയോഗിക്കുക? ക്രിയയോട് കൂടിയിട്ട് ഥാ, തേ, ഥി എന്ന് ചേർക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു? സാമാന്യ ഭൂതകാല രൂപത്തോടു കൂടി അല്ല. ഇവിടെ ഘായ, ഘായി എന്നെല്ലാം വരുമ്പോൾ എന്ത് ക്രിയയായി വരുന്നു? ഇതിങ്ങനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാമാന്യ ഭൂതകാല ക്രിയയില്ലേ കുട്ടികളെ? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ലഡ്ക ബൈഠ, ലഡ്കെ ബൈഠേ, ലഡ്കി ബൈഠി, ലഡ്കിയാ ബൈഠി, മേ ബൈഠ അല്ലേ, തും ബൈഠേ എന്നൊക്കെ നമ്മൾ ഇത് ഇത്ര വരെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഏത് കാലമാണ്? സാമാന്യ ഭൂതകാലമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം പൂർണ്ണഭൂതകാലം കിട്ടണമെങ്കിൽ സാമാന്യ ഭൂതകാല ക്രിയയോട് കൂടെ ഥാ, തേ, ഥീം എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടുന്നു? പൂർണ്ണഭൂതകാലം കിട്ടുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം ഒന്നുകൂടെ 2-3 പ്രാവശ്യം ഇത് കണ്ടിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുക. അതിനുശേഷം പൂർണ്ണഭൂതകാലം എന്താണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സകർമ്മക്രിയ ആകുമ്പോൾ കർത്താവിനോട് കൂടി നേപഥ്യം ചേർക്കണം. കർമ്മത്തിനനുസരിച്ചിട്ട് ക്രിയ മാറുന്നു അല്ലേ. ഹേ, ഹായ്, ഹും, ഹോ ചേർക്കില്ല. ഥാ, തേ, ഥി, ഥീം എന്ന് ചേർക്കുന്നു. അപ്പം ഇത് ഇത്രയൊക്കെ പോരെ കുട്ടികളെ? നിങ്ങൾ നന്നായി വായിച്ച് പഠിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ തൽക്കാലം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. പ്ലീസ് ഫോർ വാച്ചിങ്. താങ്ക് യു. നിങ്ങൾ ലൈക്കൊന്നും ഇടുന്നു കാണുന്നില്ലല്ലോ കുട്ടികളെ. നിങ്ങൾക്കൊന്നും ഇഷ്ടമാവുന്നില്ലേ? ഒരു ലൈക്കെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോത്സാഹനമല്ലേ. പറ്റുമെങ്കിലും ഇടുക കേട്ടോ കുട്ടികളെ.